إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. فوربك لنسألنهم أجمعين عما كانوا يعملون. ബഹുമാന്യരായ സത്യവിശ്വാസി സഹോദരന്മാരെ സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനുൽ ഇസ്ലാമിൻ്റെ നിയമ നിർദ്ദേശങ്ങളും വിധിവിലക്കുകളും ജീവിതത്തിൻ്റെ സകല മേഖലകളിലും പാലിച്ചുകൊണ്ട് തഖ്വയിലധിഷ്ഠിതമായ ജീവിതം നയിക്കണേ എന്ന് എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ജീവിതത്തിൻ്റെ രഹസ്യ പരസ്യ മേഖലകളിൽ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന അവൻ്റെ ഉത്തമരായ അടിമകളിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ വിദ്യാർത്ഥികളുടെ 10ാം ക്ലാസ്സിലെ റിസൾട്ട് അറിയുന്ന ദിവസമാണ് ഇന്ന്. രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം അവരവരുടെ കുട്ടികളുടെ വിജയപരാജയങ്ങളെക്കുറിച്ച് വല്ലാത്തൊരാശങ്ക ഇത്തരം സന്ദർഭങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. ആ ഒരാശങ്ക നിമിത്തം ഒരുപക്ഷെ 10ാം ക്ലാസ്സിലേക്ക് എത്തുന്ന സമയത്ത് തന്നെ നമ്മുടെ കുട്ടികളുടെ പഠന നിലവാരം നന്നാക്കി കൊണ്ടുവരാൻ വേണ്ടി നിലവിൽ പഠിക്കുന്ന ഒരു സ്ഥാപനത്തിന് പുറമെ മറ്റൊരു സ്പെഷ്യൽ ട്യൂഷൻ സംവിധാനങ്ങളിലേക്ക് നമ്മുടെ മക്കളെ നമ്മൾ പറഞ്ഞു വിടാറുണ്ട്. മാത്രമല്ല, എല്ലാ രക്ഷിതാക്കളും ആഗ്രഹിക്കുന്നത് അവരവരുടെ മക്കൾ മുഴുവൻ വിഷയങ്ങളിലും A+ വാങ്ങി അവർ വിജയിക്കണം എന്നുള്ളത് തന്നെയാണ്. ആ ഒരു വിജയ ലക്ഷ്യത്തിന് വേണ്ടി പ്രത്യേകം ശ്രദ്ധ ചെലുത്തുകയും നിരന്തരമായി അവരവരുടെ മക്കളെ നിരീക്ഷിക്കുകയും അവൻ പഠനത്തിൽ പുറകോട്ട് പോകുന്നുണ്ടോ എന്ന കാര്യത്തിൽ ഒരു അന്വേഷണം വ്യക്തിപരമായും അവൻ്റെ കലാലയങ്ങളിലും ഒക്കെ രക്ഷിതാക്കൾ അന്വേഷണം നടത്താറുണ്ട്. കാരണം നമ്മളെല്ലാവരും അവരവരുടെ മക്കൾ ഏറ്റവും നന്നായി പഠിച്ച് നല്ല മാർക്ക് വാങ്ങി
വിജയം കൈവരിച്ച് നല്ല ഒരു ജോലി നമ്മുടെ മക്കൾക്കൊക്കെ ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. എന്നാൽ പ്രിയമുള്ളവരെ, നമ്മുടെ പരലോക വിജയത്തിന് വേണ്ടിയോ നമ്മുടെ മക്കളുടെ പരലോക വിജയത്തിന് വേണ്ടിയോ ഈ നിലക്കുള്ള ഒരു ശ്രദ്ധ ഒരുപക്ഷെ നമുക്കും നമ്മുടെ മക്കളെ സംബന്ധിച്ച് ഒരു ശ്രദ്ധ ഉണ്ടാകാറില്ല എന്നുള്ളതാണ്. ഒരുപക്ഷെ നമ്മുടെ മക്കൾ അവർ 10ാം ക്ലാസ്സൊക്കെ മുഴുവൻ A+ പാസ്സായി അവന് ജോലി ലഭിച്ചു കൊള്ളണമെന്നൊന്നുമില്ല. നമ്മളെല്ലാവരും ഒരു ജീവിതത്തിൽ വിജയം കൈവരിച്ചു എന്ന് വിലയിരുത്താറുള്ളത് നമ്മുടെ നാട്ടിൽ ആളുകൾക്ക് മുന്നിൽ പറയാവുന്ന ഒരു നല്ല വരുമാനമുള്ള ഒരു മേഖലയിൽ നമ്മുടെ മക്കൾ എത്തിപ്പെടുമ്പോഴാണ്. എന്നാൽ അങ്ങനെയൊന്നും എത്തി പിടിക്കാൻ ഒരുപക്ഷെ നമ്മുടെ മക്കൾക്ക് മുഴുവൻ A+ വാങ്ങിയിട്ടും സാധിച്ചു കൊള്ളണമെന്നൊന്നുമില്ല. അതിനുവേണ്ടി നമ്മൾ നിരന്തരം നമ്മുടെ മക്കളുടെ പഠനത്തിൽ ശ്രദ്ധ ചെലുത്തുകയും ആയിരങ്ങൾ ചെലവഴിച്ച് ഏറ്റവും നല്ല കലാലയങ്ങളിലാണ് നമ്മൾ നമ്മുടെ മക്കളെ കൊണ്ടു ചെന്നാക്കാറുള്ളത്. നമ്മുടെ നാട്ടിലൊക്കെ സാധാരണ സ്കൂളൊക്കെ ഉണ്ടാകും, പക്ഷെ അതിലൊന്നും നമ്മുടെ മക്കളെ വിടൂല. നമ്മളങ്ങനെ അന്വേഷണം നടത്തും. സമൂഹത്തിലുള്ള നമ്മുടെ കൂട്ടുകാർക്കിടയിൽ, നമ്മുടെ സുഹൃത്തുക്കൾക്കിടയിൽ അന്വേഷണം നടത്തും. നിങ്ങളുടെ മക്കൾ എവിടെ പഠിക്കണത്, അവിടുത്തെ നിലവാരം എന്താണ്, പഠിപ്പിക്കുന്നുണ്ടോ എന്നൊക്കെ അന്വേഷണം നടത്തിയിട്ടാണ് നമ്മുടെ മക്കളെ കുറച്ച് സാമ്പത്തിക ചെലവ് നമുക്ക് വന്നാലും നമ്മൾ അവിടെ കൊണ്ടുപോയി നമ്മുടെ മക്കളെ ചേർക്കാറുള്ളത്. എന്തിനാണത് ചെയ്യുന്നത്? നല്ല മാർക്കോട് കൂടി മക്കൾ പാസ്സാകണം. എന്നാൽ സുഹൃത്തുക്കളെ, നമ്മൾ എല്ലാവരും അഭിമുഖീകരിക്കേണ്ടി വരുന്ന ഒരു പരീക്ഷ ഉണ്ട്. അവിടെ നമുക്ക് എത്ര മാർക്ക് കിട്ടി പാസ്സാകാൻ കഴിയും എന്നുള്ളതാണ് നമ്മൾ ഓരോരുത്തരും ആത്യന്തികമായി ചിന്തിക്കേണ്ടത്. ആ ഒരു വിജയത്തിന് വേണ്ടിയാണ് നമ്മൾ ഓരോരുത്തരും നമ്മുടെ മക്കളെ പ്രാപ്തരാക്കേണ്ടത്. പക്ഷെ ആ രംഗത്ത് ഒരു മഹാഭൂരിഭാഗം വരുന്ന രക്ഷിതാക്കളും ഏറെ പരാജയത്തിലാണ് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ആ പരീക്ഷ അള്ളാഹുവിന്റെ കോടതിയിൽ പടച്ച റബ്ബിന്റെ മുന്നിൽ നിൽക്കുമ്പോൾ നമുക്ക് എത്ര മാർക്ക് കിട്ടും എന്നുള്ളതാണ്. അവിടെ സുഹൃത്തുക്കളെ, നമ്മുടെ പേപ്പറുകൾ വിടർത്തി വെക്കപ്പെടും. നമ്മുടെ ജീവിതം എന്ന് പറയുന്ന പടച്ച റബ്ബ് നൽകിയ അനുഗ്രഹത്തിന്റെ ആ കാലഘട്ടത്തിൽ നമ്മൾ ചെയ്തത് എന്തൊക്കെയുണ്ടോ എല്ലാം രേഖപ്പെടുത്തപ്പെട്ട പേപ്പറുകൾ, ഗ്രന്ഥങ്ങൾ അവിടെ നിവർത്തി വെക്കപ്പെടും. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, വശറഖത്തിൽ അർളു ബിനൂരി റബ്ബിഹാ വവളിഅൽ കിതാബു വജീഅ ബിന്നബിയ്യീന വശുഹദാ വഖുളിയ ബൈനഹും ബിൽ ഹഖ് വഹും ലാ യുളമൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വശറഖത്തിൽ അർളു ബിനൂരി റബ്ബിഹാ, ഭൂമി അതിന്റെ രക്ഷിതാവിന്റെ പ്രഭ കൊണ്ട് പ്രകാശിക്കുകയും ചെയ്യും. വവളിഅൽ കിതാബ്, കർമ്മങ്ങളുടെ രേഖകൾ വെക്കപ്പെടുകയും ചെയ്യും. വജീഅ ബിന്നബിയ്യീന വശുഹദാ, പ്രവാചകന്മാരും സാക്ഷികളും കൊണ്ടുവരപ്പെടുകയും ചെയ്യും. വഖുളിയ ബൈനഹും ബിൽ ഹഖ്, ജനങ്ങൾക്കിടയിൽ സത്യപ്രകാരം വിധിക്കപ്പെടുകയും ചെയ്യും. വഹും ലാ യുളമൂൻ, അവരോട് ഒരിക്കലും അനീതി കാണിക്കപ്പെടുകയില്ല. പടച്ച റബ്ബ് വരും, മലക്കുകളെല്ലാ മനുഷ്യരും അവിടെ ഹാജരാക്കപ്പെടും, എല്ലാ പ്രവാചകന്മാരും അവിടെ ഹാജരാക്കപ്പെടും, സാക്ഷികളെ കൊണ്ടുവരപ്പെടും. അതുപോലെ തന്നെ ഓരോരുത്തരുടെയും കർമ്മരേഖകൾ വെക്കപ്പെടും. അവിടെ വെച്ചുകൊണ്ട് ഒരാൾക്കും രക്ഷപ്പെടാൻ കഴിയില്ല. നമ്മൾ ചെയ്തു വെച്ച എന്തൊക്കെയുണ്ടോ അത് മുഴുവൻ കാണിക്കപ്പെടുന്ന ലോകമാണ്. അവിടെ രക്ഷപ്പെടാൻ വേണ്ടി പ്രിയമുള്ളവരെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ഒരിക്കലും ഒരു തിരിച്ചു വരാൻ കഴിയാത്ത ലോകത്താണ് ഇത് സംഭവിക്കുന്നത്.
അല്ലേ? തിരിച്ചു വരാൻ കഴിയില്ല. നമ്മൾ 10ാം ക്ലാസ് ഒരു 4 എണ്ണം തോറ്റുപോയാൽ പിന്നെ ഒന്നും കൂടെ എഴുതാം, എന്നിട്ടും തോറ്റു പിന്നെ എഴുതാം, എന്നാലും തോറ്റു പിന്നെ എഴുതാം. പക്ഷേ ജീവിതത്തിൽ അതില്ല സുഹൃത്തുക്കളെ. ജീവിതം നഷ്ടപ്പെട്ടാൽ പിന്നൊരു തിരിച്ചു പിടിക്കാനേ നമുക്ക് കഴിയില്ല. അതുകൊണ്ട് മരിക്കണ സമയത്ത് വരെ മനുഷ്യൻ ജീവന് വേണ്ടി ആർത്തി പിടിക്കണം, അല്ലേ? ജീവിതത്തിലേക്കൊന്ന് തിരിച്ചു പോകാൻ ആർത്തി കൊണ്ട് പടച്ചോനെ കുറച്ച് സമയം, വളരെ കുറച്ച്, കുറേ കാലൊന്നും വേണ്ട. റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ്, ഒരല്പസമയത്തിന്റെ ദൈർഘ്യം പടച്ച റബ്ബേ എന്റെ ആത്മാവിന് നീ നൽകിയിരുന്നുവെങ്കിൽ ഞാൻ നന്മ ചെയ്യാമായിരുന്നു റബ്ബേ, സ്വതക്ക ചെയ്യാം, സ്വാലിഹ്യങ്ങളായ മനുഷ്യരിൽ ഉൾപ്പെടാം. മനുഷ്യൻ പറയുന്ന ഒരു തിരിച്ചു വരെ ഒരു പരീക്ഷ പിന്നല്ല, അങ്ങനല്ല. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത്, നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ആശങ്കപ്പെടേണ്ടത് സുഹൃത്തുക്കളെ, നമ്മുടെ കുട്ടികളെ 10ാം ക്ലാസ് പരീക്ഷയല്ല, പടച്ച റബ്ബിന്റെ മുന്നിൽ നിൽക്കുന്ന ഒരവസ്ഥയിൽ എന്തായിരിക്കും എന്റെയും എന്റെ മക്കളുടെയും എന്റെ കുടുംബത്തിന്റെയും അവസ്ഥ, അത് നമ്മൾ ആലോചിക്കേണ്ടത്. കാരണം ഇവിടുത്തെ എല്ലാം വിട്ട് നമ്മൾ യാത്ര പോകും, ഒരു സംശയമല്ല. അതുകൊണ്ടാണ് നമ്മുടെ ബാധ്യതയായിക്കൊണ്ടാണ് ഇസ്ലാം പഠിപ്പിച്ചത്, നിങ്ങളെ കുടുംബത്തെ നിങ്ങൾ നരകത്തിൽ രക്ഷപ്പെടുത്തണമെന്നാണ്. സുഹൃത്തുക്കളെ, നമ്മുടെ കൈകളിൽ നമ്മൾ ചെയ്തതല്ലാത്ത ഒന്നും എഴുതപ്പെടാത്ത ഒരു ഗ്രന്ഥാണ് നമ്മുടെ കയ്യിൽ നൽകുക. നമ്മൾ ചെയ്തല്ലാത്ത ഒന്നും അവിടെ ഉണ്ടാവൂല. നമുക്ക് കുട്ടികളുടെ മാർക്ക് ലിസ്റ്റ് കിട്ടുമ്പോ നമ്മളിങ്ങനെ നോക്കുമ്പോ ഇല്ല, എന്തോ എന്റെ കുട്ടി എഴുതിയതിൽ അല്ലേ A+ കിട്ടേണ്ടടുത്തൊരു B ആണ് കിട്ടിയത്, അതിലെന്തോ ഒരു പ്രശ്നം ഉണ്ടോന്ന് റീവാലുവേഷൻ നടത്തണം എന്ന് പറഞ്ഞ് നമ്മൾ പൈസ കൊടുത്ത് റീവാലുവേഷന് വേണ്ടി അപേക്ഷിക്കും. ഇവിടെ റീവാലുവേഷന് പോലും ഒരു പ്രിയമുള്ളവരെ അവസരം ഉണ്ടാവൂല. കാരണം അവസരം അത് അങ്ങനെ റീവാലുവേഷന്റെ ആവശ്യം ഉണ്ടാവൂല. സാക്ഷികളാണ് 4 ഭാഗത്തും. നമ്മുടെ കൈകളിൽ പടച്ച റബ്ബ് ഗ്രന്ഥം നൽകുകയാണ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, ഇഖ്റ കിതാബക കഫാ ബിനഫ്സികൽ യൗമ അലൈക ഹസീബാ, നിന്റെ ഗ്രന്ഥം നീ വായിച്ചു നോക്ക്, നിന്റെ വിചാരണക്ക് നീ തന്നെ മതിയായവനാണ്. നമുക്കിന് പരിശോധിക്കാൻ തരും നമ്മുടെ പേപ്പറുകൾ, നമ്മുടെ ഗ്രന്ഥം തരും, വായിച്ചു കണ്ടോ. SLC പരീക്ഷയ്ക്ക് നമ്മളെ കുട്ടികളുടെ പേപ്പർ നമ്മുടെ കയ്യിൽ തരൂല. ഇനി അങ്ങനെയും നമ്മൾ ഫൈനൊക്കെ അടച്ചാൽ ചിലപ്പോ അതിന്റെ കോപ്പി കിട്ടുന്ന അല്ലേ. അവര് റീവാലുവേഷൻ ചെയ്തിട്ടില്ല, 1 മാർക്കും കൂടുന്നില്ല, അല്ലെങ്കിൽ എവിടെ ചെറിയ 2 മാർക്ക് കൂടി കിട്ടി, കുട്ടി B+ അല്ലെങ്കിൽ A+ലേക്ക് എത്തി. അവിടെ അതൊന്നുമില്ല, നമ്മുടെ കയ്യിൽ തരും, എന്നിട്ട് പറയും വായിച്ചു നോക്കാം. വായിച്ചോ, നിന്റെ ജീവിതത്തിൽ നീ ചെയ്തു പോയത് എന്തൊക്കെ ഉണ്ടോ അതൊക്കെ ഇവിടെ ഇവാലുവേഷൻ നടത്തുക, മൂല്യനിർണയം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നീ ചെയ്ത് എന്തൊക്കെ ഉണ്ടോ അത് മാത്രമാണ് ഇതിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത്. സുഹൃത്തുക്കളെ, അങ്ങനെ ഒരു സന്ദർഭം നമുക്ക് വരും, ഒരു സംശയമില്ല. നമ്മൾ എത്ര അതിനെ അവഗണിച്ചിട്ടും കാര്യമില്ല. എല്ലാവർക്കും ഇതൊന്നും ഇല്ല എന്ന് വിശ്വസിക്കാൻ ആഗ്രഹം, പക്ഷേ നമ്മൾ ഇല്ല എന്ന് ആഗ്രഹിച്ചത് കൊണ്ട് കാര്യമില്ല, അത് സംഭവിക്കും അല്ലേ. നമ്മൾ ഉറങ്ങിയിട്ട് നമ്മൾ തീരുമാനിക്കാം, ഞാൻ ഇനി ഉണരുന്നില്ല, തീരുമാനിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? നമ്മൾ ഉണരും, ഒരു സംശയവുമില്ല അല്ലേ. പ്രഭാതമായാൽ നമ്മുടെ ആ ഉറക്കത്തിൻ്റെ അവസാനമുണ്ട്, ആ ഉണർച്ചയിലേക്ക് നമ്മൾ എത്തും. ഇതുപോലെ സുഹൃത്തുക്കളെ, നമ്മളെല്ലാവരും 6 അടി മണ്ണിൽ നിന്ന് പടച്ച റബ്ബിന്റെ കോടതിയിലേക്ക് ഈ വിചാരണയെ ലക്ഷ്യം വെച്ചുകൊണ്ട് നടന്നു നീങ്ങുമെന്ന ഒരു സംശയവുമില്ല. എവിടെ മനുഷ്യന്റെ ശരീരത്തെ എങ്ങനെ പാറ്റിപ്പറപ്പിച്ചു വിട്ടാലും, എത്ര ധൂളികളാക്കി വിട്ടാലും അള്ളാന്റെ കോടതിയിൽ വരും സുഹൃത്തുക്കളെ അല്ലേ. മനുഷ്യ ശരീരങ്ങൾ എങ്ങനെ കഷ്ണമാക്കി കത്തിച്ച് 4 ഭാഗത്തും മണ്ണോട് മണ്ണ് ചേർത്താലും ആ മണ്ണിന്റെ ഉടമയായ റബ്ബ്, മനുഷ്യ ശരീരത്തിന്റെ ഉടമയായ റബ്ബ് രണ്ടിനെയും കൂട്ടിയോജിപ്പിക്കും കേട്ടോ. മണ്ണിൽ നിന്ന് മനുഷ്യന്റെ എവിടേക്കാണോ നമ്മളെ ശരീരം അലിഞ്ഞു ചേർന്നത് അല്ലേ, കബറിൽ കൊണ്ടുപോയി വെക്കപ്പെട്ട് ഒരു 2-3 ദിവസം കഴിയുമ്പോൾ നമ്മുടെ ശരീരം ഇങ്ങനെ അഴുകാൻ തുടങ്ങും, കണ്ണൊക്കെ ഇങ്ങനെ ഉതിർന്നു വീഴും, നമ്മുടെ വിരലുകളൊക്കെ ഇങ്ങനെ ഉതിർന്നു വീഴും. ഏകദേശം ഒരാഴ്ചക്കത് കഴിയുമ്പോഴത്തേന് എല്ലായിട്ടുണ്ടാവും. പിന്നെ ഒരു വർഷമൊക്കെ കഴിയുമ്പോൾ ആ കബറിൽ ചെന്ന് നോക്കിയാൽ ഒന്നും കാണൂല അല്ലേ. എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ എല്ലിന്റെ കഷ്ണം ഉണ്ടായെന്നുള്ളൂ. വർഷങ്ങൾ കഴിഞ്ഞാൽ അത് മണ്ണോട് മണ്ണ് ചേർന്നിട്ടുണ്ടാകും.
അതോടുകൂടി ജീവിതം അവസാനിക്കല്ല. അല്ലാഹു പറയാണ് ഖദ് അലിംനാ മാ തൻഖുസുൽ അർദു മിൻഹും വഇൻദനാ കിതാബുൻ ഹഫീദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് ഖദ് അലിംനാ മാ തൻഖുസുൽ അർദു മിൻഹും, ഭൂമി അവരിൽ എന്തിനെയാണ് കുറവ് വരുത്തിയിട്ടുള്ളത് എന്ന് നമുക്കറിയാം. ശരീരം കൊണ്ടുപോയി വെക്കപ്പെട്ട് ഭൂമി അതിനെങ്ങനെ ക്ഷയിപ്പിച്ച് കൊണ്ടുപോയി പടച്ച റബ്ബിനതൊക്കെ അറിയാം. വഇൻദനാ കിതാബുൻ ഹഫീദ്, നമ്മുടെ കയ്യിൽ അതിന്റെ വ്യക്തമായ രേഖയുമുണ്ട്. കേട്ടോ, അല്ലാഹ്ക്കറിയാം, ഭൂമിയുടെ രക്ഷിതാവായ അല്ലാഹ്ക്കറിയാം ഇവന്റെ ശരീരം എവിടൊക്കെയുള്ളത്. അതിനൊക്കെ അല്ലാഹ് കൂട്ടി യോജിപ്പിക്കും, അതിനൊക്കെ അല്ലാഹ് കൊണ്ടുവരും. പരലോകത്തേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുവരും. പ്രിയമുള്ളവരെ, യൗമ യഖ്റുജൂന മിനൽ അജ്ദാസി സിറാഅ കഅന്നഹും ഇലാ നസ്ബിൻ യുഫിദൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് യൗമ യഖ്റുജൂന മിനൽ അജ്ദാസി സിറാഅ, ഖബറുകളിൽ നിന്ന് അവർ ബന്ധപ്പെട്ടവരായി കൊണ്ട് വളരെ വേഗതയിൽ അവരതാ പുറത്തു വരുന്ന ദിവസം. കഅന്നഹും ഇലാ നസ്ബിൻ യുഫിദൂൻ, അവർ ഒരു നാട്ടക്കുറിയിലേക്ക് ധൃതിപ്പെട്ടു വരുന്നവരെ പോലെയായിരിക്കും. എല്ലാവരും അവനവന്റെ കുടിമാടങ്ങളിൽ നിന്ന് മനുഷ്യരെങ്ങനെ കത്തിച്ച് ഈ അന്തരീക്ഷത്തിൽ ലയിച്ചു ചേർത്താൽ പോലും ഇവരൊക്കെ പരലോകത്തേക്ക് വരും. ആണോ? എല്ലാവരും വരും. ഈ ഒരു മൂല്യനിർണയത്തിലേക്ക് ഞാനും നിങ്ങളുമൊക്കെ നടന്നെടുക്കും. പ്രിയമുള്ളവരെ, നമുക്ക് അവിടെ എന്ത് മാർക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് ഏറെ പ്രസക്തമായത്, അല്ലേ? കണ്ണുകളൊക്കെ ദൃഷ്ടികളൊക്കെ വല്ലാത്ത ഭയത്തോടുകൂടെയായിരിക്കും, വല്ലാത്ത പേടിയായിരിക്കും എല്ലാ മനുഷ്യർക്കും ഉണ്ടാവുക. നിന്യതയിൽ അവർ ആവരണം ചെയ്യപ്പെട്ടവരായിരിക്കും, അവർ നിന്യരായി കൊണ്ടായിരിക്കും വരുന്നത്. അവരോട് വാഗ്ദാനം ചെയ്യപ്പെട്ടിരുന്ന ദിവസം അത്രേ അത്. കണ്ടോ, എല്ലാവരും വരുവിടെ. മനുഷ്യരൊക്കെ അന്ന് ജനങ്ങളെല്ലാം അവിടെ ഹാജരാക്കപ്പെടുമെന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, അവിടെ നമുക്ക് രക്ഷപ്പെടാനുള്ള ഒരു അവസരം അത് ഈ ജീവിതം മാത്രമാണത്. ഇനി ഒരു തിരിച്ചു വരവിന് നമുക്ക് ആർക്കും കഴിയില്ല. മരണം നമ്മിലേക്ക് കടന്നു വന്നാൽ മനുഷ്യ ശരീരവും അല്ലെ, ജഡവും ആത്മാവും ചേർന്നതാണ് മനുഷ്യ ശരീരം. ജഡവും ആത്മാവും ചേർന്ന് ശരീരവും ആത്മാവും ഉണ്ട്. ഈ ശരീരത്തിൽ നിന്ന് ആത്മാവ് പോവുക, അതാണ് മരണം എന്ന് പറഞ്ഞാൽ. ശരീരത്തിൽ നിന്ന് ആത്മാവിടെ പോകും. ഇനി പ്രിയമുള്ളവരെ, ഈ ശരീരത്തെ ഉണ്ടാക്കിയ പടച്ചോന്, ആത്മാവിനെ പടച്ച റബ്ബ് ഈ രണ്ടിനെയും ഇനിയും ഒരുമിച്ച് കൂട്ടും. ഒരു സംശയമില്ല, ഈ രണ്ടിനെയും ഒരുമിച്ച് കൂട്ടും. നമ്മൾ എത്ര ആ രംഗത്ത് വിശ്വസിക്കാൻ ദൃഢത നഷ്ടപ്പെട്ടവരായാലും ശരി, അതാണ് അല്ലേ. മറ്റുള്ളവർക്ക് ഖുർആൻ പറഞ്ഞ എന്താ പറയുക, നിങ്ങൾ യുക്മിനൂൻ ഇതെന്താ പറഞ്ഞത്, യൂക്കിനൂൻ. പരലോകത്തിന്റെ കാര്യം പറയുമ്പോഴൊക്കെ അവിടെ ഖുർആൻ പറഞ്ഞ എന്താ, ദൃഢമായി വിശ്വസിക്കുന്നവരാണ്. ഈ ദൃഢത നമുക്ക് നഷ്ടപ്പെടുക. ഈ പരലോകമുണ്ട് എന്നുള്ള വിശ്വാസം മാത്രമല്ല, അതിന് ദൃഢമായ വിശ്വാസം ഉണ്ടാകണം. പടച്ചോന്റെ മുന്നിൽ ഞാൻ നിൽക്കേണ്ടി വരും, അള്ളാഹുവിന്റെ മുന്നിൽ അക്കമിട്ട് മറുപടി പറയേണ്ടി വരും. എന്റെ ജീവിതത്തിൽ ഞാൻ ചെയ്തത് മുഴുവൻ അവിടെ കാണിക്കപ്പെടും. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നിങ്ങളിൽ ഒരാളും തന്നെയില്ല പടച്ച റബ്ബ് നിങ്ങളോട് സംസാരിക്കാതെ. ആ റബ്ബിനും നിങ്ങൾക്കും ഇടയിൽ ഒരു പരിഭാഷകന്റെ ആവശ്യമുണ്ടാവുകയില്ല. ആ മനുഷ്യരതാ അവന്റെ വലതുഭാഗത്തേക്ക് നോക്കുകയാണ്. അവന്റെ ജീവിതത്തിൽ ചെയ്തു വെച്ചതല്ലാത്ത ഒന്നും അവന് കാണാൻ കഴിയില്ല. അവന്റെ ഇടതുഭാഗത്തേക്ക് അവൻ നോക്കുകയാണ്. അവിടെയും അവന്റെ ജീവിതത്തിൽ ചെയ്തു വെച്ച അമലുകളല്ലാതെ ഒന്നും അവന് കാണാൻ സാധ്യമല്ല. അവന്റെ മുന്നിലേക്ക് അവൻ നോക്കുമ്പോൾ അവന്റെ മുമ്പിൽ നരകല്ലാതെ അവനൊന്നും കാണാൻ കഴിയില്ല. രക്ഷപ്പെടാൻ വേണ്ടി നാല് ഭാഗം നോക്കുന്ന ഉണ്ടോ? കാരണം എന്താ,
ഒക്കെ D+ന്റെ താഴെയോടെ. പടച്ചോടെങ്ങനെ നമ്മുടെ ഓരോ അമലുകൾ ഇങ്ങനെ അത് പരിശോധിക്കുമ്പോ പേപ്പർ നോക്കുമ്പോഴേ A+നുള്ള ഒരു ക്വാളിറ്റി ഇല്ല. A+ലേക്ക് എത്തുന്ന ഒന്നുമില്ല മാർക്കിടാന്. നല്ല സ്വർഗത്ത് പോകാൻ പറ്റുള്ളൂ. എല്ലാം D+ന്റെ താഴെ അല്ലേ? അതെപ്പോഴാണ് നോക്കേണ്ടത്? എനിക്ക് A+ വേണമെന്ന് എപ്പോഴാണ് ആലോചിക്കേണ്ടത്? പരീക്ഷയുടെ തലേസ് ആലോചിച്ചിട്ട് കാര്യമില്ല. നമ്മള് കുട്ടികളോട് പറയുന്നുണ്ട്, അനക്ക് പാസ്സാവൂല എന്നൊക്കെ മുമ്പേ അറിയാം. കാരണം എന്താ? ഈ പരീക്ഷ തുടങ്ങുന്നവരെയും കളിച്ചെടുക്കായിരുന്നു. പഠിച്ചില്ല. ഈ പുസ്തകം എടുത്ത് വായിച്ചു നോക്കിയോ? ആ പരീക്ഷ അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ അതിന് പഠിക്കേണ്ട ഒരു സിലബസ് ഉണ്ടായിരുന്നു. പഠിച്ചോ? പഠിച്ചില്ല. അതുകൊണ്ട് തന്നെ നിനക്ക് A+ കിട്ടിയില്ല, ബിയും കിട്ടിയില്ല, സിയും കിട്ടിയില്ല. കണ്ടോ? ഡിയുടെ ചോട ഈ തോറ്റത് അതുകൊണ്ടാണ്. പറയില്ലേ? ഇതുപോലെ തന്നെ നമ്മൾ മരിക്കുന്ന സമയത്തും മരിക്കുന്നതിന് തലേന്നും നോക്കിയിട്ട് കാര്യമില്ല. നമ്മളിപ്പോ തന്നെ നമ്മുടെ കുട്ടികളെ 10ാം ക്ലാസ് പാസ്സായിട്ട് പോയി ട്യൂഷന് ചേർത്ത്. എന്തിനാ ഈ ട്യൂഷന് ചേർത്തുന്നത്? ഈ ഒരു കൊല്ലത്തിനുള്ളിലോ പഠിക്കേണ്ട കാര്യം ഒന്ന് കറക്റ്റായി പഠിച്ച പരീക്ഷയെ നേരിടാനുള്ള കഴിവവനുണ്ടാകണം. ഇതാണ് ഓരോ രക്ഷിതാക്കളും ആഗ്രഹിക്കുന്നത്. സുഹൃത്തുക്കളെ, പടച്ചോന്റെ മുന്നിൽ എത്തിപ്പെടുമ്പോൾ, ഈ ഗ്രന്ഥം നൽകപ്പെടുമ്പോൾ, സാക്ഷികളെ കൊണ്ടുവരുമ്പോൾ എന്റെ മക്കള് രക്ഷപ്പെടണം, ഞാൻ രക്ഷപ്പെടണം എന്നെന്തേ നമ്മൾ ആഗ്രഹിക്കാതെ പോയത്? അതിനുവേണ്ടി നമ്മൾ എന്താ പഠിച്ചത്? അതിന് സ്പെഷ്യൽ ട്യൂഷൻ ഉണ്ടായോ? നമുക്ക് ഇല്ല. നിലവിൽ പഠിക്കേണ്ട കാര്യങ്ങൾ തന്നെ പഠിച്ചു, അതുമില്ല. ഇതിന് നമുക്ക് സമയമല്ല. അത് പഠിക്കേണ്ട കാര്യങ്ങളാണ്. വിശ്വാസം നമ്മൾ പഠിക്കണം, ആചാരങ്ങൾ സുന്നത്തുകൾ നമ്മൾ പഠിക്കണം, വിശുദ്ധ ഖുർആൻ നമ്മൾ പഠിക്കണം, പ്രവാചക ചര്യകൾ നമ്മൾ പഠിക്കണം, പരലോകത്തെ കുറിച്ച് നമുക്ക് ബോധമുണ്ടാകണം, അള്ളാഹുവിന്റെ ദീന് നമുക്കറിയണം. ആ സിലബസ് ആണ് മരണത്തിന്റെ പുറത്ത് നമുക്ക് വിജയിക്കാൻ ആവശ്യമായ സിലബസ്. നമ്മൾ പഠിച്ചോ? ഇല്ല. സ്വാഭാവികമായിട്ട് നമ്മൾ തോൽക്കും അല്ലേ? പരലോകത്ത് നമ്മൾ നരകത്തിൽ പോവും. ആ സമയത്ത് കരഞ്ഞിട്ട് കാര്യമില്ല. ആ സമയത്ത് പ്രിയമുള്ളവരെ നമ്മള് വിലപിച്ചിട്ട് കാര്യമില്ല. ഇവിടുന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. എല്ലാവരും വിലപിക്കുന്ന, എല്ലാവരും പരലോകത്ത് ചെല്ലുമ്പോൾ പ്രിയമുള്ളവരെ അവിടെ രക്ഷപ്പെടാൻ എനിക്ക് പഴുതില്ല എന്ന് ബോധ്യപ്പെടുമ്പോൾ സുഹൃത്തുക്കളെ ഓരോരുത്തരും കരഞ്ഞ് വിലപിച്ച് കരയും അവിടെ വെച്ചുകൊണ്ട്. കണ്ടോ? പാപികളായി ആ മനുഷ്യരായി അവരൊക്കെ അവരുടെ ഗ്രന്ഥത്തിലുള്ളതിനെ കുറിച്ച് വല്ലാത്ത പേടിയിലായിരിക്കും അല്ലേ? എന്നിട്ട് അവർ പറയും, പടച്ചോനെ ഇതെന്തൊരു ഗ്രന്ഥാണ്, ഇതെന്തൊരു ഗ്രന്ഥമാണ്. മാലിഹാദൽ കിതാബ് ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ വവജദൂ മാ അമിലൂ ഹാദിറാ വലാ യദ്ലിമു റബ്ബുക അഹദാ. അല്ലാഹുവേ, എന്റെ കയ്യിൽ നൽകപ്പെട്ട ഈ ഗ്രന്ഥം എന്തൊരു ഗ്രന്ഥമാണ്. എന്റെ ജീവിതത്തിൽ ഞാൻ ചെയ്തു പോയ ചെറുതും വലുതുമായ ഒന്നും വിട്ടുപോകാത്ത ഗ്രന്ഥമാണല്ലോ റബ്ബേ ഇത്. വവജദൂ മാ അമിലൂ ഹാദിറാ, അവർ ചെയ്തു വെച്ചത് മുഴുവൻ അവിടെ ഹാജരാക്കപ്പെടുകയാണ്. വലാ യദ്ലിമു റബ്ബുക അഹദാ, നിന്റെ രക്ഷിതാവ് ഒരാളോടും അനീതി കാണിക്കുകയില്ല. കണ്ടോ? നമ്മൾ എഴുതിയതേ അതേ പേപ്പറിൽ ഉണ്ടാകുള്ളൂ, വേറെ ലോനയിൽ എഴുതൊന്നുമില്ല അല്ലേ? നമ്മൾ ചെയ്തതേ പരലോകത്തും ഉണ്ടാകുള്ളൂ. നമ്മള് കുട്ടികളെ പരീക്ഷ പേപ്പർ ഇങ്ങോട്ട് കിട്ടി വിചാരിച്ചു, അയാൾ വായിച്ചു നോക്കുമ്പോൾ ഒരു സാധനം ഇല്ല. നമ്മളെന്താ പറയാ? നിങ്ങള് ഒന്നുമില്ലെങ്കിലും അതിൽ A+നുള്ള മാർക്ക് ഇടണമെന്ന് പറയാൻ പറ്റുമോ? പറ്റൂല. കാരണം നമ്മളെ കുട്ടി എഴുതിയിട്ടില്ല. നമ്മുടെ കുട്ടിക്ക് എവിടെങ്കിലും ഒരു മാർക്ക് കൊടുക്കാനുള്ള ഇത് വേണ്ടേ? ഒരു അവകാശം വേണ്ടേ? ഇല്ല. ഇതുപോലെ തന്നെ സുഹൃത്തുക്കളെ, പരലോകത്ത് നമ്മൾ ചെല്ലുമ്പോ എവിടെങ്കിലൊക്കെ രക്ഷപ്പെടാനുള്ള എവിടെങ്കിലും ഒരു പഴുത് വേണ്ടേ? ആ ഗ്രന്ഥം വായിച്ചിട്ട് സ്വയം പറയാണ്, സ്വയം മനുഷ്യൻ അല്ലേ, മറ്റൊരാളല്ല. എന്റെ ഗ്രന്ഥം ഞാനാ വായിക്ക, നിങ്ങളുടെ ഗ്രന്ഥം നിങ്ങളാണ് വായിക്ക. എന്നിട്ടാണ് പറയാ, പടച്ചോനെ എന്താ എന്റെ ജീവിതത്തിൽ ചെയ്ത ചെറുതും വലുതും ഒന്നും വിട്ടുപോയിട്ടില്ലല്ലോ. കരയും പ്രിയമുള്ളവരെ, നമ്മൾ രക്ഷപ്പെടാൻ കഴിയില്ല. അതുകൊണ്ട് ആ പരലോകത്തിന്റെ ആ പരീക്ഷ അവിടെ ഉണ്ടല്ലോ, ആ ഒരു മൂല്യനിർണയത്തിൽ വിജയിച്ചവൻ അവരാണ് യഥാർത്ഥത്തിൽ വിജയം കൈവരിച്ചവർ. അങ്ങനെയുള്ള മക്കൾ
അവരാണ് വിജയം നേടിയവർ. ഇവിടെ A+ കിട്ടിയവരല്ല. ഇവിടെ ഇനി ഒന്നും കിട്ടിയില്ല വിചാരിച്ചു, ഒരു കാര്യമില്ല. എന്താ കാര്യം? ഇവിടെ എന്തെങ്കിലും ജോലി കിട്ടും. A+ ഒന്നും കിട്ടാത്ത നമ്മളൊക്കെ ജോലി ഇല്ലാതെ പട്ടിണി കിടന്ന് മരിക്കാൻ കിടക്കുക അല്ല. ചിലപ്പോ ഒരു പക്ഷേ A+ വാങ്ങിയവനേക്കാൾ കൂടുതൽ നല്ല ജോലി അല്ലെ SLC പാസ്സാകാത്തവൻ ചിലപ്പോൾ ഉണ്ടാവും. ഈ ജീവിതം അങ്ങനെ. പക്ഷെ പരലോകത്ത് അങ്ങനെ പഠിക്കാത്തവരും അമലിയാത്തവരൊന്നും അവിടെ രക്ഷപ്പെടാൻ കഴിയില്ല. ഇസ്ലാമിക വിശ്വാസം പഠിക്കേണ്ട സിലബസ് കറക്റ്റായി പഠിച്ച് ജീവിതത്തിൽ പകർത്തി പരലോകത്ത് ചെല്ലുന്നവർക്ക് അവിടെ രക്ഷപ്പെടാൻ കഴിയുള്ളൂ. അപ്പൊ നമ്മള് ഇവിടെ A+ന് വേണ്ടി എന്തൊക്കെ ആശങ്കകൾ, എന്തൊക്കെ പ്രയാസങ്ങൾ, എന്തൊക്കെ സാമ്പത്തിക ചെലവ് നമ്മൾ സഹിക്കുന്നുണ്ട്. എന്റെ പരലോകത്തെ വിജയത്തിന് വേണ്ടി നമുക്ക് സാമ്പത്തിക ചെലവ് സഹിക്കാൻ കഴിയാത്തത്? പരലോകത്തെ വിജയത്തിന് വേണ്ടി നമുക്ക് ദിവസങ്ങൾ, ഓരോ ദിവസങ്ങളിൽ അവനവന്റെ മക്കളുടെ ജീവിതം എന്തുകൊണ്ട് പരിശോധിക്കാൻ കഴിയുന്നില്ല? അവനവന്റെ ജീവിതം എന്ന് പരിശോധിക്കാൻ കഴിയുന്നില്ല? അവനവന്റെ കുടുംബ പശ്ചാത്തലം അവിടുത്തെ സാഹചര്യം ഒന്ന് ഇസ്ലാമികവൽക്കരിക്കണം എന്നെന്തുകൊണ്ട് ചിന്തിക്കാൻ കഴിയുന്നില്ല? അതിന് നമുക്ക് കഴിയുന്നില്ല. അവനവന്റെ മക്കൾക്ക് വല്ല വിദ്യാഭ്യാസം കൊടുക്കണം അല്ലേ? അവനവന്റെ മക്കൾക്ക് ഏറ്റവും നല്ല വിദ്യാഭ്യാസം കിട്ടുന്ന സ്ഥലത്ത് കൊണ്ടയാക്ക. നല്ല ദീന് പഠിപ്പിക്കണോടത്തേക്ക് നമ്മൾ വിടുന്നില്ല. ഇതൊക്കെയുള്ള പരലോകത്തെ A+ കിട്ടാൻ വേണ്ടി വേണ്ടത്. നമ്മൾ ചിന്തിക്കണില്ല? നാളെ പരലോകത്ത് ഈ നരകത്തിലേക്കാണ് പോകുമ്പോ മനുഷ്യര് പറയും, പടച്ചോനെ ഞങ്ങളിതാ ഈ പരലോകം കാണുകയാണ്. റബ്ബനാ അബ്സർനാ വസമിഅനാ ഫർജിഅനാ നഅമൽ സ്വാലിഹാ ഇന്നാ മുഖിനൂൻ. നാളെ പരലോകത്ത് വെച്ചുകൊണ്ട് മനുഷ്യർ പറയും, റബ്ബനാ ഞങ്ങളുടെ രക്ഷിതാവേ, അബ്സർനാ വസമിഅനാ ഞങ്ങളിതാ കണ്ടിരിക്കുന്നു, ഞങ്ങളിതാ കേട്ടിരിക്കുന്നു. പരലോകം ഇങ്ങനെ കാണുകയാണ്, എല്ലാവരും ഉണ്ട്, ഒരു മാർഗം രക്ഷപ്പെടാനില്ല അല്ലേ? അവിടുത്തെ ഓരോ ദീനരോധനങ്ങളും അട്ടഹാസങ്ങളും മുയ്യദ്ദീജയ്ക്കിനെ വിളിച്ചോനും അവിടെ ഉണ്ടാകും, മുയ്യദ്ദീജയ്ക്കും അവിടെ ഉണ്ടാവും. എന്നാ മുയ്യദ്ദീജയ് വല്ല പരിഗണന കൊടുക്കും? ഒന്നും ഉണ്ടാവില്ല. അവിടെ ഒറ്റപ്പെടുത്തലുകള് നിങ്ങളുടെ കാര്യം നോക്കിപ്പോയിക്കോ. പ്രവാചകന്മാർ വരെ എന്താ പറയുക, ഞങ്ങൾക്ക് ഇവിടെ ഒരു അവകാശമില്ല. നമ്മൾ ആലോചിക്കണം, എല്ലാ മനുഷ്യരും പ്രവാചകന്മാരുടെ അടുക്കലേക്ക് ഓടിച്ചെല്ലുന്ന ഓരോ പ്രവാചകന്റെ അടുക്കലേക്ക് ഒന്ന് ഇവിടുന്ന് വിചാരണക്ക് എടുക്കാൻ പറയും. ഇവിടെ സഹിക്കാൻ കഴിയില്ല, മഹിഷറ സഹിക്കാൻ കഴിയില്ല, നരകല്ല മഹിഷറ സഹിക്കാൻ കഴിയില്ല, ഇത് ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയുന്നില്ല, ഒന്ന് വിചാരണക്ക് എടുക്കാൻ പറ എന്ന് പറഞ്ഞിട്ടാണ് എല്ലാ പ്രവാചകന്മാരുടെ അടുക്കലും ഇവർ അപേക്ഷിക്കുന്നത്. എല്ലാവരും കൈമലർത്തി. അവസാനം നമ്മുടെ നേതാവ് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് വർഷങ്ങളോളം അവിടെ സുജൂദ് കിടന്നിട്ട് അല്ലാഹ് പറയും, നബിയേ അങ്ങ് തല ഉയർത്ത്, എന്നിട്ട് ശുപാർശ ചോദിച്ചു, താങ്കളുടെ ശുപാർശ സ്വീകരിക്കപ്പെടും. അങ്ങനെയാണ് എല്ലാ മനുഷ്യരും വിചാരണക്ക് എടുക്കുന്നത്. ഈ ശുപാർശ എല്ലാ മനുഷ്യർക്കും കിട്ടും, മുസ്ലിങ്ങൾക്ക് മാത്രമല്ല. സുഹൃത്തുക്കളെ, മഹിഷറ പോലും നമുക്ക് സഹിക്കാൻ കഴിയില്ലെങ്കിൽ നരകത്തിന്റെ അവസ്ഥ എന്താവും അല്ലേ? അതുകൊണ്ടാണ് ഏറ്റവും വലിയ നഷ്ടക്കാരാണ് ഇന്നൽ ഖാസിരീന അല്ലദീ ഖസിറു അൻഫുസഹും. അതെ, സ്വന്തം ശരീരം നഷ്ടപ്പെട്ടവർ, സ്വന്തം കുടുംബം പരലോകത്ത് നഷ്ടപ്പെട്ടവർ, അവരാണ് ഏറ്റവും വലിയ നഷ്ടക്കാർ എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത്. അവനാന്റെ കുടുംബം നരകത്തിൽ പോകേണ്ട ഗതികേടിലെത്തിയ മനുഷ്യരാരോ അവരാണ് ഏറ്റവും വലിയ നഷ്ടക്കാരെന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുക. നമ്മുടെ അവസ്ഥ എന്താണ് സുഹൃത്തുക്കളെ? അതുകൊണ്ട് ഏറ്റവും വലിയ ആശങ്ക, വേദന ഉണ്ടാകേണ്ടത് പരലോകത്തെ കുറിച്ചാണ്. അവിടെ നമുക്ക് പടച്ച റബ്ബ് നമ്മുടെ നന്മ തിന്മകൾ ഇങ്ങനെ പരിശോധിക്കുമ്പോൾ രക്ഷപ്പെടാൻ നമ്മുടെ കൈകളിൽ എന്തെങ്കിലും ഉണ്ടോ? അവിടെ രക്ഷപ്പെടാൻ കഴിയോ? അവിടെ A+ കിട്ടിയില്ലെങ്കിലും ഒരു എങ്കിലും ജസ്റ്റ് പാസ് എങ്കിലും അല്ലേ, ഒരു ജസ്റ്റ് പാസ് എങ്കിലും കിട്ടിയാൽ നന്നായിരുന്നു എന്ന് ആഗ്രഹിക്കേണ്ടത്. അതുകൊണ്ടാണ് വിശ്വാസം പറഞ്ഞത്, ആയിഷ ആ സ്വർഗത്തിലേക്ക് 2 കാലിൽ കുത്തിയാലുള്ളൂ അവിടെ എത്തിന്ന് നമുക്ക് പറയാൻ കഴിയാ. അതുകൊണ്ട് ഒരു ഈത്തപ്പഴത്തിന്റെ കീറ് കൊണ്ടെങ്കിലും നരകത്തിന് രക്ഷപ്പെടാൻ കഴിയെങ്കിൽ ചെയ്യണം എന്നാണ്. അപ്പൊ ഒരു ജസ്റ്റ് പാസ് കിട്ടിയാലെങ്കിലും മതി, A+ ഒന്നും കിട്ടണ്ട. അതിനെങ്കിലും അർഹത സുഹൃത്തുക്കളെ നമുക്കുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കണം, നമ്മൾ ചിന്തിക്കണം. ഇല്ലെങ്കിൽ നമ്മൾ മരിക്കണതിന്റെ തലേദിവസം മരിക്കണ സമയത്തും കരഞ്ഞിട്ട് കാര്യമില്ല.
സംശയമില്ല, ഖുർആനാ പറഞ്ഞത്. അതുകൊണ്ട് ഇപ്പൊ തന്നെ നന്നായി ആലോചിക്കുക. അവനവന്റെ മക്കളെ പഠിപ്പിക്കേണ്ട ദീന് പഠിപ്പിക്കുക, അവനെ പഠിക്കേണ്ട ദീന് പഠിക്കും ചെയ്യാം. എങ്ങനെങ്കിലും ഇപ്പൊ രക്ഷപ്പെടുന്ന ആരും വിചാരിക്കണ്ട. അതുകൊണ്ട് പഠിക്കാനും മതമനുസരിച്ച് ജീവിക്കാനും ദീന് ജീവിതത്തിന്റെ ഭാഗമായി സ്വീകരിക്കാനും നമ്മൾ തയ്യാറാകണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് والعاقبة للمتقين فلا عدوان إلا على الظالمين. الصلاة والسلام على أشرف المرسلين نبينا محمد الأمين وعلى آله وصحبه أجمعين. أما بعد. വിശ്വാസിനികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. സുഹൃത്തുക്കളെ, പരലോകത്ത് അള്ളാഹുവിന്റെ മുന്നിൽ നമ്മുടെ നന്മ തിന്മകൾ അത് പരിശോധിക്കപ്പെടുന്ന സമയത്ത് സ്വർഗത്തിലേക്ക് എത്തിപ്പെടാൻ അഥവാ നന്മകൾ അധികരിച്ചവരായ നിലക്ക് ആ പരലോകത്ത് എത്തിപ്പെടാനും അവിടുന്ന് സ്വർഗത്തിലേക്ക് എത്താൻ കഴിയുന്നവരാണ് യഥാർത്ഥത്തിൽ വിജയിച്ചവർ എന്ന് നമ്മൾ മനസ്സിലാക്കണം. എല്ലാവരും അവരവർ ചെയ്ത അമൽ എന്താണോ അതെല്ലാം പരലോകത്ത് വരുമെന്നാണ് ഖുർആൻ പഠിപ്പിച്ചിട്ടുള്ളത്. നമ്മുടെ അമലുകൾക്കനുസരിച്ച് പരലോകത്ത് രക്ഷപ്പെടുള്ളൂ. ആരാന്റെ അമലിച്ച് നമുക്ക് രക്ഷപ്പെടാൻ കഴിയുന്ന ആരും വിചാരിക്കണ്ട. വാപ്പ നന്നായി, അല്ലെങ്കിൽ മക്കള് നന്നായി, അല്ലെങ്കിൽ ഭാര്യ നന്നായി, അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾ നന്നായി, അതൊക്കെ അവർക്ക് മരണത്തോടു കൂടി നമ്മളോട് ഒറ്റപ്പെടുക. മരണത്തോടു കൂടി അവനവന്റെ അമല് വെച്ചാണ് നമ്മളോട് പോണ്ടി വരിക. അതുകൊണ്ടാണ് മയ്യത്തിനെ പിന്തുടരുന്ന കാര്യത്തിൽ അമല് മാത്രമേ ഉണ്ടാകുള്ളൂ, മറ്റവന്റെ അമല് ഉണ്ടാവുന്നല്ല പറഞ്ഞത്. അവനാന്റെ അമലേറ്റാണ് പോവുക. അവനാന്റെ അടുത്ത് എന്തുണ്ടോ അതേറ്റാണ് നമുക്ക് പോണ്ടി വരിക. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത്, فَوَرَبِّكَ لَنَسْأَلَنَّهُمْ أَجْمَعِينَ عَمَّا كَانُوا يَعْمَلُونَ. അവരെ മുഴുവൻ ഞാൻ ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും, അവർ പ്രവർത്തിച്ചു കൊണ്ടിരുന്നതിനെ സംബന്ധിച്ച്. കണ്ടോ, എല്ലാവരും ചോദ്യം ചെയ്യപ്പെടും. നമ്മൾ വിചാരിക്കേണ്ട മറ്റു ലോകത്തുള്ള സകല മനുഷ്യർ, ഇപ്പൊ തന്നെ 750 കോടി മനുഷ്യരുണ്ട്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതലുള്ള ഖിയാമത്ത് നാൾ വരെ ജനിക്കാനിരിക്കുന്ന മനുഷ്യരുടെയും ഒരു കൂട്ടത്തെ കുറിച്ച് നിങ്ങൾ ആലോചിക്കണേ. കോടാനുകോടി മനുഷ്യരുണ്ടാവും. എനിക്ക് എങ്ങനെയെങ്കിലുമൊക്കെ നൈസായിട്ട് രക്ഷപ്പെടാം. അങ്ങനെയല്ല നമ്മൾ ചെയ്യല്. നമ്മൾ അങ്ങനെ ചിന്തിക്കുക, എങ്ങനെയെങ്കിലൊക്കെ രക്ഷപ്പെടും. അങ്ങനെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടൂല പരലോകത്ത്. എങ്ങനെയെങ്കിലും രക്ഷ പരലോകത്തില്ല. എല്ലാവരും വ്യക്തിപരമായി പടച്ചോൻ ചോദ്യം ചെയ്യും. അള്ളാഹ്ക്കത് എളുപ്പമാണ്. അള്ളാഹ്ക്കത് എളുപ്പമാണ് സുഹൃത്തുക്കളെ. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ആ പരീക്ഷയിൽ ജയിക്കാൻ ആവശ്യമായ സിലബസ് ഇവിടെ ഉണ്ട്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദീന്. അതെങ്ങനെയൊക്കെയാണ് പഠിക്കേണ്ടത്, എങ്ങനെയൊക്കെയാണ് ജീവിതത്തിൽ പകർത്തേണ്ടത്, എങ്ങനെയൊക്കെ ചെയ്യേണ്ടത്, ഇതൊക്കെ കറക്റ്റായി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എവിടെയെങ്കിലും ഒരു അവ്യക്തത ആവശ്യമില്ല. അത് ജീവിതത്തിൽ ഉൾക്കൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കുക എന്നുള്ളതാണ്. എന്നാലേ അവർക്ക് പരലോകത്ത് രക്ഷപ്പെടാൻ കഴിയുള്ളൂ. ആ രക്ഷ നമുക്ക് ലഭ്യമായിട്ടില്ലെങ്കിൽ സുഹൃത്തുക്കളെ, പിന്നീട് അങ്ങോട്ട് നമുക്ക് ഒരു രക്ഷയും നമുക്ക് ഉണ്ടാവില്ല. നരകം എന്ന് പറഞ്ഞ നരകത്തിന്റെ ആ ഭീകരമായ ശിക്ഷയിൽ മനുഷ്യർ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ആദ്യം വിശ്വാസം കറക്റ്റാകണം. അതാണ് ഈമാൻ കറക്റ്റ് ആകണം ആദ്യം. എന്നിട്ട് ബാക്കിയുള്ളതിനൊക്കെ പ്രസക്തി ഉള്ളൂ. ഞാൻ 5 നിസ്കരിക്കുന്നുണ്ട്, ഞാൻ 10 ഹജ്ജ് ചെയ്തിട്ടുണ്ട്, ഇതിലൊന്നും പ്രസക്തി ഇല്ല. വിശ്വാസം കറക്റ്റ് ആയിട്ടില്ലെങ്കിൽ ആ വിശ്വാസം നമ്മൾ എവിടുന്നാ സ്വീകരിക്കേണ്ടത്? എന്താണോ അള്ളാഹു അവന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, അതാണ് വിശ്വാസം. കണ്ടോ, അതാണ് സ്വീകരിക്കാൻ നമുക്ക് കഴിയണം. അതുകൊണ്ട് എല്ലാ രംഗത്തും ദീനങ്ങളുടെ അടിയുറച്ച് പിൻപറ്റി ജീവിക്കാൻ നമുക്ക് സാധിച്ചാൽ സുഹൃത്തുക്കളെ, നമുക്ക് പരലോകത്ത് രക്ഷപ്പെടാം. അത് നമുക്കുണ്ടാകണം, നമ്മുടെ മക്കൾക്കും ഉണ്ടാകണം. മക്കൾക്ക് അത് പഠിപ്പിച്ചു കൊടുക്കണം. നമ്മൾ അതിനുവേണ്ടി കുറച്ചൊക്കെ സാമ്പത്തിക ചെലവ് ഉണ്ടായിക്കോട്ടെ.
നരകത്തുനിന്ന് അവനെ മക്കളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് നമുക്ക് പൈസ ചെലവാക്കാൻ കഴിയുന്നില്ലെങ്കിൽ, അതിന് സമയം ചെലവഴിക്കാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ, നമ്മളെ വലിയ സർട്ടിഫിക്കറ്റുകൾ കൊണ്ട് എന്ത് കാര്യമുള്ളത് അല്ലേ? SLC A+ കിട്ടിയ എല്ലാ A+ കിട്ടിയ സർട്ടിഫിക്കറ്റ് എന്തായിട്ട് കാര്യമുള്ളത്? ഒരു കാര്യമില്ല അല്ലേ? ഇതൊക്കെ കിട്ടിയിട്ട് 4 ദിവസം കൊണ്ട് കുട്ടികൾ മരിച്ചു, എന്തൊക്കെ കാര്യം? MBBS സർട്ടിഫിക്കറ്റ് ഉണ്ടായി. ഇതൊക്കെ മരണം വരെയുള്ളൂ സുഹൃത്തുക്കളെ, മരണം വരെയുള്ളൂ. നമ്മൾ ഈ ചെലവാക്കണം, അധ്വാനിക്കണം ഒക്കെ ഏറ്റവും കൂടുതൽ നമ്മൾ അതിനാണല്ലോ, ദുനിയാവിന് വേണ്ടിയിട്ട്. ഇതൊക്കെ മരണം വരെയുള്ളൂ. മരിക്കുന്നതോടുകൂടി ആ സർട്ടിഫിക്കറ്റുകളുടെ ഒക്കെ വില നഷ്ടപ്പെടും. മരണത്തിന്റെ അപ്പുറം പ്രിയമുള്ളവരെ, നമ്മുടെ മക്കൾക്കും നമുക്കും രക്ഷപ്പെടാൻ കഴിയുന്നത് ദീന് മാത്രമാണ്. അതുകൊണ്ട് ദീനറിയാത്ത ആളുകൾ നമ്മുടെ മക്കളായിട്ടും അതുപോലെ തന്നെ നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാകാൻ പാടില്ല. ദീനറിയുന്ന സംവിധാനങ്ങൾ, ദീന് പഠിപ്പിക്കുന്ന സംവിധാനങ്ങൾ, അതിന് കുറച്ച് പ്രയാസം കൂടിയാലും, കുറച്ച് സാമ്പത്തിക ചെലവ് കൂടിയാലും, കുറച്ച് സമയം ചെലവഴിക്കേണ്ടി വന്നാലും സുഹൃത്തുക്കളെ, ആ ദൗത്യം, ആ ഉത്തരവാദിത്വം നമ്മൾ നിർവഹിച്ച് മതിയാകും, അല്ലെങ്കിൽ നമ്മൾ കുറ്റക്കാരായി മാറും എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരുപക്ഷെ നമ്മുടെ മക്കൾ പോലും നമുക്കെതിരെ നാളെ പരലോകത്ത് പറയും പടച്ചോന്റെ കോടതിയിൽ, പടച്ചോനെ എന്റെ വാപ്പിമ്മി എനിക്ക് ഈ ദീൻ പഠിപ്പിച്ചെന്നില്ല, എന്നെ സംവിധാനം ഒരുക്കി തന്നില്ല, ആയിരങ്ങളെ ചെലവഴിച്ച് പല സ്ഥാപനത്തിനും എന്നെ വിട്ടു, പക്ഷേ ഒരു 200 റുപ്യ മാസം കൊടുത്തിട്ട് ഒരു മദ്രസക്ക് പോലും എന്റെ മക്കളെ വിടാൻ എന്റെ വാപ്പിമ്മി തയ്യാറായില്ല എന്ന് ഒരു പക്ഷെ നമ്മുടെ മക്കൾ പോലും നാളെ പരലോകത്ത് നമുക്കിത് പറയും. നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മുടെ ഉത്തരവാദിത്തം നമ്മൾ നിർവഹിക്കുക. മരിച്ചു പോകുമ്പോൾ നമുക്കൊരു ആശ്വാസം ഉണ്ടാകണം. നാളെ പരലോകത്ത് അള്ളാഹിന്റെ കോടതിയിലെത്തുമ്പോൾ വലത് കൈ ഗ്രന്ഥം വാങ്ങി തന്റെ അടുത്തുള്ളവരോട് പറയാൻ കഴിയണം, വായിച്ചു നോക്കി, കണ്ടോ എന്റെ ഗ്രന്ഥം വായിച്ചു നോക്കി, ഇങ്ങനൊരു വിചാരണ, ഇങ്ങനൊരു നന്മ തിന്മകൾ കണക്കാക്കി നോക്കുന്ന ഒരു സമയം എനിക്ക് വരാനുണ്ട് എന്ന് ദുനിയാവിൽ ആ ബോധത്തോടുകൂടെ ഞാൻ ജീവിച്ചത്. അതുകൊണ്ട് വായിച്ചു നോക്ക്, കണ്ടോ ആ പേടി എനിക്ക് ദുനിയാവുന്നുണ്ടായിരുന്നു എന്ന് സന്തോഷത്തോടുകൂടി പരലോകത്ത് അവനാന്റെ കയ്യിൽ ലഭിക്കപ്പെട്ട ഗ്രന്ഥം തന്റെ അടുത്തുള്ളവർക്ക് കാണിച്ചു കൊടുക്കുന്ന രംഗം വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. ആ സൗഭാഗ്യവാന്മാരിൽ പ്രിയമുള്ളവരെ നമുക്ക് ഉൾപ്പെടാൻ കഴിയണം. അതിനുവേണ്ടി നമ്മൾ അധ്വാനിക്കുക, പ്രയത്നിക്കുക, പ്രാർത്ഥിക്കുക. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്ത് മാപ്പ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കത്തിജ്വലിക്കുന്ന നരകത്തിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മളിന്ന് വിട പറഞ്ഞു പോയ വിശ്വാസികളായ സഹോദരീ സഹോദരന്മാർ, അവരുടെ ഖബറുകളെ അള്ളാഹു വിശാലമാക്കുകയും അവരെയും നമ്മെയും അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ.